എല്ലാവർക്കും LSS USSൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ അവധിക്കാലമാണല്ലോ, എങ്കിലും നിങ്ങൾ LSS USS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവധിക്കാലങ്ങളിലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വീതം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ്. ദിവസവും എല്ലാ വിഷയങ്ങളുടെയും കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വീതം നിങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ LSS USS വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ചില പൊതുവിജ്ഞാനത്തിൻ്റെ അറിവുകളാണ് ഇന്ന് പകർന്നു നൽകുന്നത്. നിങ്ങളെ കൂടാതെ HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഐസക് എന്ന ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകി പോരുന്നുണ്ട്. ഏവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച ആദ്യ നഗരം എന്താണ്? യുനെസ്കോയുടെ സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ആദ്യത്തെ നഗരമാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോടൊന്നും മറന്നു പോവരുത്. യുനെസ്കോയുടെ സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച ആദ്യ നഗരം കോഴിക്കോട്. 2024 നവംബറിൽ മലയാള മനോരമ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന കലാസാഹിത്യ ഉത്സവത്തിൻ്റെ പേരാണ് മനോരമ ഹോർത്യൂസ്. 2024 നവംബറിൽ മലയാള മനോരമ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന കലാസാഹിത്യ ഉത്സവത്തിൻ്റെ പേരാണ് മനോരമ ഹോർത്യൂസ്. 2024 മികച്ച ചിത്രത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് ആട്ടം എന്ന സിനിമയാണ്, മലയാള സിനിമയാണ്. 2024 മികച്ച ചിത്രത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് ആട്ടം എന്ന മലയാള സിനിമയാണ്. സംവിധാനം ആനന്ദ് ഏകർഷി. മറന്നു പോവരുത്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സംവിധാനമാണ് കവച്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം. തമിഴ്നാട്ടിലെ കൂവമാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം. ഹൈഡ്രോഫോബിയ എന്തിനോടുള്ള പേടിയാണ്? ജലം. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. കുട്ടികളുടെ വാക്സിനേഷന് വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഓൺലൈൻ വാക്സിൻ മാനേജ്മെൻറ്റ് യുവിൻ. കുട്ടികളുടെ വാക്സിനേഷന് വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഓൺലൈൻ വാക്സിൻ മാനേജ്മെൻറ്റ് യുവിൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം ബൈക്കൽ തടാകം എന്നും പറയും. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം ബേക്കൽ തടാകം എന്നും ബൈക്കൽ തടാകം എന്നെല്ലാം പറയും. ഇന്ത്യയുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്ന അയൽ രാജ്യം ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്ന അയൽ രാജ്യം ശ്രീലങ്ക. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി കുമാരനാശൻ. ഗായകൻ എന്ന് അറിയപ്പെടുന്ന കവി ആരാണ്? കുമാരനാശാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രൂപയിലെ ചിഹ്നങ്ങളെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ വർഷവും LSS പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 10 രൂപയുടെ കറൻസിയിൽ ഇപ്പോൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. 10 രൂപയുടെ കറൻസിയിൽ എന്താണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. അപ്പോൾ 10 രൂപയാണ്. സൂര്യനെ നമ്മൾ 10 രൂപ കൊണ്ട് കണ്ടു. കൊണാർക്കിലെ സൂര്യനെ കണ്ടു. അതിനുശേഷം നമ്മൾ ആ 20 രൂപയിൽ എല്ലോറ ഗുഹകളാണ്. സൂര്യനെ കണ്ടതിന് ശേഷം എന്താണ് 20 രൂപ എടുക്കാനായിട്ട് നമ്മൾ എല്ലോറ ഗുഹകളിൽ പോയി. അപ്പോൾ 20 രൂപയുടെ ചിത്രം എന്താണ്? എല്ലോറ ഗുഹകൾ. അവിടെ വെച്ച് നമ്മൾ 50 രൂപയുടെ ഹംപി കണ്ടു. 50 രൂപയ്ക്ക് എന്ത് കണ്ടു? ഹംപി കണ്ടു. 50 രൂപയ്ക്ക് ഹംപി. 50 രൂപയിലെ ചിഹ്നമാണ് ഹംപി. ഹംപിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോയപ്പോഴാണ് 100 രൂപ കൊടുത്താൽ റാണി കീ വാവിനെ കാണാമെന്ന് പറഞ്ഞത്. അങ്ങനെ 100 രൂപയുടെ ചിഹ്നമാണ് റാണി കീ വാവ്. 100 രൂപയുടെ ചിഹ്നമാണ് റാണി കീ വാവ്. 200 രൂപയുടെ ചിഹ്നമാണ് സാഞ്ചി സ്തൂപം. 200 രൂപയുടെ ചിഹ്നം ഏതാണ്? സാഞ്ചി സ്തൂപം. 500 രൂപയുടെ മംഗൾയാൻ. 500 രൂപയുടെ മംഗൾയാൻ. രഞ്ജി ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന.
ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ദേശീയ ഗാനം പാടാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ദേശീയ ഗാനം പാടാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. PR ശ്രീജേഷ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. PR ശ്രീജേഷ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. എന്നിലൂടെ എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? എന്നിലൂടെ എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? കുഞ്ഞുണ്ണി മാഷ്. എന്നിലൂടെ എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? കുഞ്ഞുണ്ണി മാഷ്. ആത്മകഥകളെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിൻ്റെ ജലസേചന മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിനാണ്. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140. ലോക്സഭാ മണ്ഡലങ്ങൾ 20ഉം നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ 140ഉമാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗോൾഡൻ ബേർഡ് വിങ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.